ഇസ്രായേലിന്റെ അറ്റാക്കിൽ വെസ്റ്റ് ബാങ്കിൽ ഒരു ഗൺമാൻ, അത് പാലസ്തീനിയൻ ഗൺമാൻ എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ബ്രിഗേഡിന്റെ വകുപ്പിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അതും ഈ അൽകാസിം ബ്രിഗേഡ് തന്നെയാണ് പറയപ്പെടുന്നത്. പാലസ്തീനിയൻ ഗൺമാൻ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്, IDF-ന്റെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെബുൾസ് എന്ന് പറഞ്ഞ ഏരിയയാണ്, അതായത് ആ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്താണ് ഈ നെബുൾസ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഓർത്തഡോക്സ് ആയിട്ടുള്ള കുറെ ജൂസ് ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ നെബുൾസ് എന്ന് പറയുന്നത്. കൂടാതെ 2 ഹമാസിന്റെ കമാൻഡോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ കിബുട്സ് October 7 ആ ഒരു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയതിൽ 2 ആൾക്കാരാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട 2 തീവ്രവാദികളെ, ഹമാസ് ടെററിസ്റ്റുകളെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇന്നലെ. അങ്ങനെ തന്നെ നമുക്ക് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ കശ്മീരിന്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള തീവ്രവാദികളെ കൊണ്ടുള്ള ശല്യം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നിരന്തരം അവിടെ തീവ്രവാദ അറ്റാക്ക് നടക്കുന്നുണ്ട്. അതിൽ പൂഞ്ച് മേഖലയിൽ ഇന്ത്യൻ ആർമി നല്ല രീതിയിലുള്ള ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫയറിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത്. സംശയാസ്പദമായിട്ടുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചിടാനാണ് ഇന്ത്യൻ ആർമിക്ക് ഉത്തരവ് കൊടുത്തിരിക്കുന്നത് പൂഞ്ച് മേഖലയിൽ. അഥവാ തീവ്രവാദികളായിട്ടുള്ള 2 ആൾക്കാരുടെ വീടുകൾ ഗവൺമെന്റിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നു. സർക്കാർ വക ഭൂമിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ നിരന്തരം ഈ വീടുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി തീവ്രവാദികളായിട്ട് കണ്ടെത്തുന്ന ആൾക്കാരുടെ വീടുകൾ, അസറ്റുകൾ, സ്വത്തുകൾ എല്ലാം തന്നെ അറ്റാച്ച് ചെയ്യാനാണ് ഉത്തരവ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവർക്ക് അവിടെ എല്ലാ കാലവും ഇവരെ അവിടെ നിലനിർത്തിക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ തീവ്രവാദം ചെയ്ത് ഇന്ത്യയുടെ സോവറിനിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോകണം, എന്തിനാണ് ഇവൻ അവിടെ ഇരിക്കുന്നത്? അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ആ രീതിയിലാണ് ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ്, വളരെ ബോൾഡ് ആയിട്ടുള്ള തീരുമാനമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടാൻ വേണം, അത് മൊത്തം അറ്റാച്ച് ചെയ്യണം. അടുത്ത് നമ്മുടെ ചുറ്റിലും കിടക്കുന്ന ചെറിയ രാജ്യങ്ങളെ കുറിച്ചുള്ള 2-3 കാര്യങ്ങൾ. അതിൽ ഒന്ന് ശർമ്മ ഒലി, നേപ്പാളി. ഈ ശർമ്മ ഒലി ചൈനയ്ക്ക് പോയിട്ടുണ്ട്. നമ്മൾ അയാളെ കുറിച്ചുള്ള വീഡിയോ ഇതിന് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഈ ലാസ്റ്റ് വീക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരു 2-3 വീഡിയോക്ക് കീഴിൽ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ശർമ്മ ഒലി ചൈനയിൽ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒക്കെ സൈൻ ചെയ്യുന്നുള്ളത്. അപ്പൊ അതുപോലെ ബെൽറ്റ് ആൻഡ് റോഡിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നാണ് ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. ബെൽറ്റ് ആൻഡ് റോഡിനെ അനുകൂലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഗ്രിമെന്റ് ചൈനയുമായിട്ട് ശർമ്മ ഒലി സൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പീച്ച് കൊടുത്തപ്പം ആ സ്പീച്ചിൽ പറഞ്ഞത്, ഞങ്ങൾ ചൈനയിൽ നിന്ന് ലോൺ ഒന്നും നമ്മൾ എടുക്കുന്നില്ല, പക്ഷേ ബെൽറ്റ് ആൻഡ് റോഡിനെ അനുകൂലിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉൾക്കളി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും പൈസ അയാൾക്ക് കിട്ടും. അത് ബെൽറ്റ് ആൻഡ് റോഡിലല്ല, അതിന് വേറൊരു പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ചൈനീസ് ലാംഗ്വേജ് നേപ്പാളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ വോളണ്ടിയർ ആയിട്ട് ചൈന ഇങ്ങോട്ട് അയക്കും, നേപ്പാളിലോട്ട്. അതുപോലെ തന്നെ ഇവരുടെ മീഡിയ കരാറുണ്ട്. ഇവരുടെ നേപ്പാൾ ടെലിവിഷനും ചൈനീസ് മീഡിയ ഓഫീസും തമ്മിൽ ഒരു കരാർ ഒപ്പിടുന്നുണ്ട്. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ 2 പേരും തമ്മിൽ ഈ ഒരു രണ്ട് വിഷയങ്ങളും തമ്മിൽ, അതായത് ഈ മാൻഡ്രീൻ ടീച്ചിങ്ങിന്റെയും മീഡിയ കരാറും തമ്മിൽ ഏതാണ്ട് 300 മില്യന്റെ കരാറാണ് ഒപ്പിടുന്നത്. ആ 300 മില്യൺ ഒലിക്ക് കിട്ടും, ശർമ്മ ഒലിക്ക് കിട്ടും. അതുകൊണ്ട് പിന്നെ ബെൽറ്റ് ആൻഡ് റോഡിന്റെ പൈസയുടെ ആവശ്യമില്ല, അയാൾക്ക് കിട്ടേണ്ട പൈസ കിട്ടിയാൽ മതിയല്ലോ. ഒരു നേപ്പാൾ പോലത്തെ ആ ഒരു ചെറിയ രാജ്യത്തിന് വെച്ചിട്ട് 300 മില്യൺ എന്നൊക്കെ പറയുന്നത് വലിയൊരു തുകയാണ്. അപ്പൊ എന്തായാലും ഓക്കെയാണ്, അയാൾ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ബെൽറ്റ് ആൻഡ് റോഡിനെ അനുകൂലിച്ചില്ലെങ്കിലും പൈസ അയാൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ഇന്ത്യ പ്രശ്നം നല്ല രീതിയിൽ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിരൂക്ഷമായിട്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഹിന്ദുക്കളുടെ മേലുള്ള ആക്രമണം തുടരെ വരുന്നതിനെ ചൊല്ലി US-ൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇത്രയും നാളും US-ന്റെ കോൺഗ്രസിൽ നിന്ന് വന്നതുപോലെയുള്ള കോൺഗ്രസ്മാൻ അല്ല ഇപ്പൊ വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു ചേഞ്ച് ഓവറിന്റെ ഫേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശയങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരിക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വരവിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസ്മാൻ അവിടെ വരുന്നത്. അതാണ് ഇതിന്റെ യഥാർത്ഥം. ബ്രാഡ് ഷെർമൻ ആണ്. ഈ ബ്രാഡ് ഷെർമൻ US-ന്റെ ഒരു കോൺഗ്രസ്മാൻ ആണ്. പുള്ളി വരുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. കാരണം ഇത്രയും നാൾ ആരും വന്നില്ലല്ലോ, ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ ഇത് വരുന്നതോടുകൂടി നമ്മുടെ യൂനസിന് നല്ല രീതിയിലുള്ള പണി കിട്ടും. ഇനി വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടതായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അത് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ പിന്നീടായിരിക്കും തീരുമാനിക്കാന്നുള്ളത്. ഇതിൽ ഒരുപാട് ട്രാവൽ ബാൻ ഉണ്ട്. ബംഗ്ലാദേശിലെ ആൾക്കാർ ഇന്ത്യക്ക് വരാൻ പറ്റത്തില്ല, ട്രീറ്റ്മെന്റ് നിഷേധിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവര് ബംഗ്ലാദേശികളെ ഏറ്റവും കുറച്ച് പൈസയുള്ള ആൾക്കാരൊക്കെ മലേഷ്യ, സിംഗപ്പൂർ അങ്ങനത്തെ ആ ഭാഗങ്ങളിലേക്കാണ് പോയി ട്രീറ്റ്മെന്റ് ഒക്കെ തേടുന്നത്. ബാക്കിയുള്ള ആൾക്കാർ, ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണല്ലോ ഇന്ത്യയിൽ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ അവരുടെ ഗതിയൊക്കെ കുറച്ച് പരുങ്ങലിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ. അപ്പം എന്നിരുന്നാലും ഈ ഒരു പൊളിറ്റിക്കൽ റെജീമിലും ഈ ഒരു റിലീജിയസ് അട്രോസിറ്റി, ഈ ഒരു ജമാഅത്ത് ഇസ്ലാമി, ഇവരുടെയൊക്കെ ഒരു പ്രശ്നങ്ങളിൽ എപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. അതിനിപ്പോ നമുക്ക് ഒരു പരിഹാരം ചെയ്യാൻ പറ്റത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി അവർ ബംഗ്ലാദേശിലും നമ്മൾ ഇന്ത്യയിലുമാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരുപാട് കരാറുകൾ, അതായത് സെക്യൂരിറ്റി മേഖലയിൽ, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മേഖലയിൽ, അതേപോലെ തൊഴിൽ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഇന്ത്യക്കാർക്ക് ഒരുപാട് ജോലി ഇസ്രായേലിൽ കൊടുക്കാനുള്ള രീതിയിലുള്ള കരാറുകൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കരാറുകൾ ഇസ്രായേലുമായിട്ട് ഒപ്പിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത് പറഞ്ഞാൽ, ഈ ബംഗ്ലാദേശിനും നേപ്പാളിനും
ഈ ശ്രീലങ്കയ്ക്കും മാൽഡീവ്സിനും ഇവിടെ ഒന്നും 5 പൈസ ഇനി കൊടുക്കാൻ പാടില്ല, കൊടുക്കരുത്. കാരണം ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിട്ടേൺസും ഇല്ല, നമുക്ക് വേസ്റ്റ് ആണ്. എപ്പോഴും നമ്മൾ ഈ ചാരിറ്റി കൊടുക്കുന്ന അവസ്ഥയാണ് ഇവിടെയൊക്കെ ഉള്ളത്. കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ഈ ചൈന എടുത്തിരിക്കുന്ന നിലപാടില്ലേ, ചൈന ഇപ്പൊ കൂടുതൽ പൈസ ഒന്നും ഇവർക്ക് കൊടുക്കാറില്ല. കാരണം ഇത് ഓൾറെഡി കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇവര് പൈസ മേടിച്ചാലും ഇവരുടെ സ്റ്റാൻഡ് എപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കത്തുള്ളൂ. കാരണം പൈസ തീരുമ്പോൾ ഇവരുടെ സ്വഭാവം മാറും. പിന്നെ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു ഇൻട്രസ്റ്റോ ഒന്നുമില്ല, എപ്പോഴും ക്രെഡിറ്റ് ലൈൻ ഓഫ് ക്രെഡിറ്റും ഇതൊക്കെ തന്നെയാണ് കൊടുക്കാനുള്ളത്. ഈ പൈസ നമ്മൾ ഇസ്രയേലിലോ അതേപോലുള്ള വേറെ രാജ്യങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇരട്ടി റിട്ടേൺസ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളുടെ സൊസൈറ്റിയും നമ്മളുടെ ജനങ്ങളെയും നമ്മൾ നോക്കണ്ടേ. അപ്പൊ ഗവൺമെന്റ് ആ താല്പര്യം മുൻനിർത്തി ഈ സൈഡിൽ കിടക്കുന്ന യുവമാർക്കൊക്കെ കൊടുക്കുന്ന പൈസയൊക്കെ നിർത്തണം. കാരണം ഇത് ഒട്ടും നടപടിയാകുന്ന ഏർപ്പാടല്ല. യുവമാരെ കൃത്യമായിട്ട് ഒരു വര വരച്ച് നിർത്തിയാൽ മാത്രമേ യുവമാർക്ക് മനസ്സിലാവത്തുള്ളൂ. ബംഗ്ലാദേശിനെയൊക്കെ നല്ല രീതിയിൽ പാഠം പഠിപ്പിച്ച് ഇരുത്തണം, അല്ലെങ്കിൽ ഇവരൊക്കെ തലയിൽ കയറിയിരിക്കും. പിന്നെ ഇന്ത്യ ഇസ്രയേലും ചേർന്ന് കശ്മീരിന്റെ ഭാഗത്തും അതേപോലെ ബംഗ്ലാദേശിന്റെ ഭാഗത്തൊക്കെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്താനുള്ള സർവൈലൻസ് സിസ്റ്റം, അതാണ് സെക്യൂരിറ്റി മെഷേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഇസ്രയേലുമായിട്ടുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി മെഷേഴ്സ്, സർവൈലൻസ് സിസ്റ്റം, അത് ആ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ബംഗ്ലാദേശ് ബോർഡർ സൈഡിലായിക്കോട്ടെ അതേപോലെ കശ്മീർ മേഖലയിലും ഇത് ചെയ്യാൻ പോവാണ്. അപ്പൊ പാകിസ്ഥാൻ ആയാലും ഈ ബംഗ്ലാദേശിനായാലും നമ്മൾ കൊടുക്കുന്ന പണി ഇരട്ടിയായിരിക്കും. ഗാസയിലെ ഒരു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഫോക്കസ്ഡ് ഓൺ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഡിഫൻസ് മേഖലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ഇന്ത്യക്ക് ഇസ്രയേൽ. അപ്പൊ അത് ഒരു കാലത്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാർഗിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചത് ഇസ്രയേലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ കളഞ്ഞുകൊണ്ടൊന്നും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കുറെ കാലം കൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ പർച്ചേസിംഗ് എയിം തന്നെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കൂടുതൽ സാധനങ്ങൾ റഷ്യയിൽ നിന്ന് മേടിക്കാറില്ല. റഷ്യക്ക് നമ്മൾ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. റഷ്യ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ എക്യുപ്മെന്റ്സ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അമേരിക്ക, ഫ്രാൻസ്, ഇസ്രയേൽ, ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ റഷ്യ എടുത്ത് ചില എഗ്രിമെന്റ്സും അവിടെ ചില മാനുഫാക്ചറിംഗ് യൂണിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളതിലുപരി നമ്മൾ വേറെ കൂടുതലായിട്ട് പണ്ടത്തെ പോലെ റഷ്യയുമായിട്ട് നമ്മൾ അത്രയും ആം ട്രേഡ് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ S-400 സെക്കൻഡ് ബാച്ചിൽ പോലും അത്ര വലിയ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അതേസമയം ഇവിടെ ഇപ്പുറത്ത് നല്ല രീതിയിലുള്ള കരാർ പോകുന്നുണ്ട്. നമുക്കിനി സബ്മറൈൻസും അതേപോലെ നമുക്ക് 3 സബ്മറൈൻസ് ഈ വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ കമ്മീഷൻ ചെയ്യാനുണ്ട്. DRDOയുടെ കീഴിൽ തന്നെ ലൈനപ്പ് ചെയ്ത് ഒരുപാട് പ്രോജക്റ്റുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഇസ്രയേലിന്റെയും ഫ്രാൻസിന്റെയും വിവിധ വേറെ രാജ്യങ്ങളുടെ ടെക്നോളജിയാണ്. റഷ്യയുടെ ടെക്നോളജി വളരെ കുറവാണ് അതിനകത്ത്. പിന്നെ റഷ്യ ഉക്രൈൻ വാറിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഏതാണ്ട് 38 ഡ്രോൺ വിവിധ ഭാഗങ്ങളിലായിട്ട് യുക്രൈന്റെ ഡ്രോൺ റഷ്യ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കീവ് മേഖലയിൽ. ഇതൊന്നും റഷ്യക്കുള്ളിലല്ല കേട്ടോ, ഇതൊക്കെ ഉക്രൈന്റെ ഉള്ളിൽ തന്നെയാണ് ഉക്രൈൻ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പം നല്ല രീതിയിൽ മാറിയിരിക്കുന്നത്. ഉക്രൈന്റെ ഉള്ളിൽ തന്നെയുള്ള 4 റീജിയനിൽ റഷ്യ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന റീജിയനിലാണ് ഈ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നത്. അത് റഷ്യ അവിടെ തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഉക്രൈനിൽ യുദ്ധം ചെയ്യാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് അമേരിക്ക ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ്, ഒരു അഡ്വൈസ്. കുരുട്ടുബുദ്ധി. എപ്പോഴും അമേരിക്ക ഇങ്ങനെ തന്നെയാണ്. കുരുട്ടുബുദ്ധി എന്ന് പറഞ്ഞാൽ 18 വയസ്സാക്കുക, അതായത് ആർമിയിൽ ചേരേണ്ട പ്രായം 18 വയസ്സാക്കാൻ. അപ്പൊ വീട്ടില് 12ാം ക്ലാസ്സും കോളേജൊക്കെ പഠിച്ച പ്രായത്തിലിരിക്കുന്ന ചെറുക്കന്മാരൊക്കെ വിളിച്ചുകൊണ്ട് മിലിറ്ററി കൊണ്ടുവിടാനാണ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക. എന്ത് മാനസികാവസ്ഥയാണെന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു നാറ്റോ രാജ്യം വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് പിന്നെ ആൾക്കാരെയൊക്കെ ഇറക്കി വിടണമെന്നേ. അല്ലാതെ ഉക്രൈന്റെ നാട്ടിൽ നിന്ന് 18 വയസ്സ് പൂർത്തിയാകാത്ത ചെറുക്കന്മാരെയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ യുദ്ധം ചെയ്യാൻ വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള മാനസികാവസ്ഥയാണത്? ഇവരൊക്കെ എന്ത് ഹ്യൂമാനിറ്റേറിയൻ ഫോമാണ് ഇവർ നടത്തുന്നത്? എന്ത് UN സെക്യൂരിറ്റി കൗൺസിലാണ് ഇവർ വെച്ചിരിക്കുന്നത്? ഇവരെന്താണ് ബാലവേല ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ? അപ്പൊ അതിന് ഉക്രൈന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. 18 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പം ഉക്രൈന്റെ ആർമിയിൽ ചേരാനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ 25 വയസ്സാണ്. 25 വയസ്സ് എവിടെ ഇരിക്കുന്നു? 18 വയസ്സ് എവിടെ ഇരിക്കുന്നു? 7 വർഷം മുൻകൂട്ടി ഒരു മെച്ചൂർഡ് ആവാത്ത പ്രായത്തിൽ ആൾക്കാരെ കൊണ്ട് ആർമിയിൽ ചേർക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. വൈകാതെ തന്നെ വിത്തിൻ 1 വീക്കിൽ OPEC പ്ലസ് മീറ്റിംഗ് നടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഓയിലിന്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു ഓയിലിന്റെ പ്രൈസ് ഡൗൺ ആയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഈ ഒരു ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ യമനില് കോളേജിന്റെ ഉള്ളിൽ റാലി നടക്കുകയാണ്. യമന്റെ കോളേജിനുള്ളിൽ റാലി, ഇസ്രയേലിനെതിരെയാണ് റാലി, പ്രോ പാലസ്തീനു വേണ്ടിയിട്ടാണ് റാലി നടക്കുന്നത്. ഈ റാലിയിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് അവരുടെ ആശയങ്ങളെ കുറിച്ചാണ് അവർ സംവാദിക്കുന്നത്. ഞാനിപ്പോൾ അത് കൂടുതലായിട്ട് പറയുന്നില്ല, ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്. അവർ ഇസ്രയേലിനെതിരെയാണ് അവർ ആ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്രമാത്രം ജനങ്ങൾ ഇസ്രയേലിനെ എതിർത്തുകൊണ്ട് അവിടെ യമൻ എന്ന് പറഞ്ഞൊരു നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വസ്തുത. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇമേജ് ഇവിടെ കാണുന്നത്. ഇസ്രയേലിന്റെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഈ ബന്ദികളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഒരു മോക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകന്റെ ഒരു ഇമേജ് എടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ ഹോസ്റ്റേജ് ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അവർ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഗ്ലോബലി തന്നെ വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരുടെ മക്കളാണല്ലോ ഈ ബന്ദികളായിട്ട് അവിടെ ഉള്ളത്. നെതന്യാഹുവിന്റെ മകൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് മോക്കിംഗ് ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. പുടിൻ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ട്രംപിനെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഡോളറിനത് ഡീഡോളറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ടാക്സ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞതിനെതിരെ USA ഡോളറിനെ ഒരു വെപ്പൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എതിർത്ത് പറഞ്ഞിരിക്കുകയാണ് പുടിൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഡോളറിന് എന്ത് സംഭവിക്കും? ആ രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഡോളർ പല കാലങ്ങളിലായിട്ട് ഇവർ ഇത് വെപ്പണായിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാം വേൾഡ് വാർ, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ ഒരു കറൻസി വേണമെന്ന് ആവശ്യപ്പെട്ട് 48 കൺട്രീസ് ചേർന്നുകൊണ്ട് ഒപ്പിട്ടിട്ടാണ് ഈ ഒരു ഡോളർ കൊണ്ടുവരുന്നത്. അന്ന് ഡോളറിന് ഈക്വൽ ആയിട്ട് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആൾക്കാർ ഡോളർ മേടിച്ച് സൂക്ഷിച്ചു വെക്കുക, അഥവാ സ്വർണം മേടിച്ച് സൂക്ഷിച്ചു വെക്കുക. അന്ന് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പതിയെ ഈ ഒരു സ്വർണം എന്നുള്ള നിലയിൽ നിന്ന് US മാറി ചിന്തിക്കുകയും ഡോളർ മാത്രമായിട്ട് പല സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിന് അമേരിക്ക ചെയ്ത ഒരു കുരുട്ടുബുദ്ധി എന്ന് പറഞ്ഞാൽ പെട്രോ ഡോളറാണ്. പെട്രോ ഡോളർ എന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയാണ് ഇറുക്കി അങ്ങ് പിടിച്ചത്. സൗദി അറേബ്യ പിടിച്ചിട്ട്, കാരണം അറാംകോ എന്ന് പറഞ്ഞ കമ്പനി ഇവരുടെ കൺട്രോളിലായിരുന്നു. സൗദി അറേബ്യ ഇറുക്കി പിടിച്ചിട്ട് ഇവർ പറഞ്ഞത് ഒരു എഗ്രിമെന്റ് 50 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ആര് ഓയിൽ മേടിച്ചാലും ഡോളറിലെ കറൻസി പാടുള്ളൂ എന്നുള്ള നിലയിലുള്ള നിയമമാണ് കൊണ്ടുവന്നത്. അതാണ് ഈ പെട്രോ ഡോളർ എന്ന് പറയുന്നത്. ആര് ഡോളർ മേടിക്കണമെങ്കിലും നമ്മൾ എണ്ണ മേടിക്കണം, സൗദി അറേബ്യയിൽ നിന്ന് മേടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കറൻസി കൊടുത്ത് ഡോളർ പർച്ചേസ് ചെയ്യണം. ഡോളർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണ്? എന്നിട്ട് ആ ഡോളർ കൊടുത്ത് വേണം നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ. ഈ രീതിയിലാണ് ഡോളർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്ത 2-3 കാര്യങ്ങളാണിത്. അത് അവർ ഡോളറിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1970-കളിലൊക്കെ ഏതാണ്ട് 85% ഈ ഡോളർ റിസർവ്ഡ് കറൻസി ആയിട്ട് പല രാജ്യങ്ങളും കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 58-56% അത് കുറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പല തവണയായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ചാർട്ട് എടുത്ത് ഇവിടെ ഇടാം, നിങ്ങൾ നോക്കിയാൽ മതി. 70 തൊട്ട് ഇപ്പൊ ഈ 2024 ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 58-57% കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അനൗൺസ് ചെയ്യുന്നത്, നിങ്ങൾ ഡീഡോളറൈസേഷനിൽ പോരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഡീഡോളറൈസേഷൻ എന്ന് പറയുന്നത് അത് ബ്രിക്സ് ഒരു കറൻസി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം അത് ഡീഡോളറൈസേഷൻ ആവത്തില്ല. അതിന് വേറെ പല കാര്യങ്ങളുണ്ട്. ബ്രിക്സിനുള്ളിൽ അങ്ങനെ പെട്ടെന്ന് ഒരു കറൻസി ഒന്നും രൂപീകരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു കറൻസി രൂപീകരിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്കും ഇന്ത്യക്കുള്ള ഡിസ്പാരിറ്റി വളരെ വലുതാണ്. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയുമാണ്. ചൈനയ്ക്ക് ഏതാണ്ട് 17-18 ട്രില്യൺ എക്കണോമി ഉണ്ട്, GDP ഓവറാൾ GDP ആണ്. പക്ഷെ ഇന്ത്യ ഇപ്പോഴാണ് 4 ട്രില്യണിലോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ വലിയ ഡിസ്പാരിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കറൻസി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈനയായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇന്ത്യ അതിന് ക്ലിയർ ആയിട്ട് ഓൾറെഡി തന്നെ നോ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ട്രംപിന് ജസ്റ്റ് ഒരു വാർണിംഗ് ആണ് കൊടുത്തത്. കാരണം ഇതൊന്നും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഡീഡോളറൈസേഷൻ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ബാക്ക് ഡോറിൽ സംസാരിക്കാൻ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് കാരണം ഇങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരത്തിൽ അമേരിക്കയെ വീക്കൻ ചെയ്യുന്നതിന് തുല്യമാണ്. അത് അമേരിക്ക വീക്ക് ആയിരിക്കും എന്നുള്ളതിന് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഈ ഡീഡോളറൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ടാക്സ് ഏർപ്പെടുത്തും എന്നുള്ള വിളിച്ചു പറയലൊക്കെ. ഇതൊക്കെ ഇമ്മച്യൂർ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി ഈ പല രീതിയിലുള്ള വിദഗ്ധരും ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. ചില സമയങ്ങളിൽ ട്രംപ് ഇങ്ങനെയാണ്, പല കാര്യങ്ങളും ഇങ്ങനെ തലയും വാലില്ലാണ്ട് വിളിച്ചു പറയും. സമഗ്രമായി നടന്ന കുറെ വിഷയങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.